തൊടുപുഴ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ പടയൊരുക്കം. നഗരസഭാ അധ്യക്ഷയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകി. ലീഗിലും ഒരു വിഭാഗം നഗരസഭാ അധ്യക്ഷ മാറണം എന്നുള്ള നിലപാടുള്ളവരാണ്. മുന്നണിക്ക് വഴങ്ങണം എന്നുള്ള അന്ത്യശാസനം അധ്യക്ഷ സാബിറ ജലീലിന് ലീഗ് നൽകി. തൊടുപുഴ നഗരസഭയിൽ മികച്ച വിജയം നേടിയെങ്കിലും ഭരണത്തിന്റെ മധുവിധ കാലഘട്ടത്തിൽ തന്നെ UDFൽ അനിഷ്ടം പുകയുകയാണ്. നഗരസഭാ അധ്യക്ഷ സാബിറ ജലീൽ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നുവെന്നാണ് ഭരണപക്ഷത്തുള്ള വികാരം. നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷൻ കെ ദീപക്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൗൺസിൽ യോഗത്തിൽ തന്നെ പ്രകടമായിരുന്നു. മുസ്ലിം ലീഗിലെ കൗൺസിലർമാർക്കും അധ്യക്ഷയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു. അധ്യക്ഷ പാർട്ടിക്ക് വിധേയമാകണമെന്ന അന്ത്യശാസനം മുസ്ലിം ലീഗ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. അധ്യക്ഷയെ മാറ്റണമെന്ന വികാരമാണ് യോഗത്തിൽ ഉയർന്നത്. ഭരണം ഏകോപിപ്പിക്കാൻ സാബിറ ജലീലിന് കഴിയുന്നില്ലെന്നും ഇവരെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗിന് കത്ത് നൽകി. എന്നാൽ ഇത് ലീഗ് നിഷേധിക്കുകയാണ്. ഭംഗിയായി പോകുന്ന ഭരണം മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളാണ് അത് വലുതാക്കി വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷം സജീവമായി രംഗത്തുണ്ട് എന്നതാണ് വസ്തുത. അല്ലാതെ മറ്റ് കാര്യമായി ഒരു പ്രശ്നമുള്ളതായി ഞങ്ങൾക്കറിയില്ല. മുസ്ലിം ലീഗ് പാർട്ടി ചെയർപേഴ്സനെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. നഗരസഭ അധ്യക്ഷ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ അംഗത്വവും രാജിവെക്കുമെന്ന് സാബിറ ജലീൽ ലീഗ് നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. ലീഗിലെ ഒരു വിഭാഗം സാബിറ ജലീലിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും DCC പ്രസിഡന്റ് CP മാത്യു ഇറങ്ങിപ്പോയി. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ലാത്തവർ ഇറങ്ങിപ്പോകണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരും ഇറങ്ങിപ്പോകാതെ വന്നതോടെ DCC പ്രസിഡന്റ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.